അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ അഖീദയാണ്. ആദ്യം നമുക്ക് പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. അദ്ദറസുൽ അവ്വലു അൽ ആലം. അയ്യുഹത്തുല്ലാബുൽ മുഹിബ്ബൂൻ, ഇദാ നളർന ഇലസ്സമാഇ നറാ ശംസൻ വഖമറൻ വകവാകിബ കസീറത്തൻ وإذا نظرنا إلى الأرض نرى أشجارا وأحجارا كثيرة وأزهارا وأثمارا مختلفة وجبالا راسية وأنهارا جارية ونباتات جميلة وحيوانات كثيرة وجمادات عديدة. وإذا نظرنا في حقيقة السماوات والأرض كرتين نعرف أن فيهما أشياء وعجائب كثيرة لا يمكن لنا أن نراها. ومجموع هذه الأشياء والعجائب المرئية وغير المرئية هو العالم. وإذا بحثنا في الأشياء التي في العالم وجدناها حادثة، وبعض الأشياء حادث قبل أيام قليلة وبعضها قبل أشهر قليلة وبعضها قبل سنوات قليلة وبعضها قبل سنوات كثيرة. وحينئذ فهمنا أن جميع الأشياء في العالم حادث وأن العالم حادث أيضا. وإذا تأملنا في الأشياء الحادثة وجدناها مخلوقة وفهمنا أن العالم مخلوق. പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം നോക്കാം. അദ്ദറസുൽ അവ്വലു, പാഠം 1, അൽ ആലം, ലോകം. അയ്യുഹത്തുല്ലാബുൽ മുഹിബ്ബൂൻ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ. ഇദാ നളർന ഇലസ്സമാഇ, നാം ആകാശത്തിലേക്ക് നോക്കിയാൽ, നറ ഷംസൻ, നമുക്ക് സൂര്യനെ കാണാം, വഖമറൻ, ചന്ദ്രനെയും, വകവാകിബ കസീറത്തൻ, ധാരാളം നക്ഷത്രങ്ങളെയും കാണാം. ഇദാ നളർന ഇലൽ അർളി, നാം ഭൂമിയിലേക്ക് നോക്കിയാൽ, നറ അഷ്ജാറൻ, ധാരാളം മരങ്ങൾ കാണാം, അഹ്ജാറൻ കസീറത്തൻ, ധാരാളം കല്ലുകളെയും, അസ്ഹാറൻ, ധാരാളം പൂക്കളെയും, അസ്മാറൻ മുഖ്തലിഫത്തൻ, വ്യത്യസ്തങ്ങളായ പഴങ്ങളെയും നമുക്ക് കാണാം. ജിബാലൻ റാസിയ, ഉയർന്നു നിൽക്കുന്നതായ പർവ്വതങ്ങളെയും, അൻഹാറൻ ജാരിയ, ഒഴുകുന്ന നദികളെയും, നബാതാത്തിൻ ജമീലത്തൻ, മനോഹരമായ ചെടികളെയും, ഹയവാനാത്തിൻ കസീറത്തിൻ, ധാരാളം ജീവജാലങ്ങളെയും, ജമാദാത്തിൻ അദീദത്തൻ, എണ്ണമറ്റ അചേതന വസ്തുക്കളെയും നമുക്ക് കാണാം. ഇദാ നളർന ഫി ഹഖീഖത്തി സമാവാതി വൽ അർളി, നാം ആകാശഭൂമികളുടെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ, കർറത്തൈനി, ആ 2 ഗോളങ്ങളും, നഅരിഫു അന്ന ഫീഹിമ അഷ്യാഅ വ അജാഇബ കസീറത്തൻ, അവ രണ്ടിലും ധാരാളം വസ്തുക്കളും അത്ഭുതങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ലാ യുംകിനു ലന അൻ നറാഹ, നമുക്ക് കാണാൻ കഴിയാത്ത. വ മജ്മൂഉ ഹാദിഹിൽ അഷ്യാഇ വൽ അജാഇബിൽ മർഇയ്യത്തി വ ഗൈറിൽ മർഇയ്യത്തി ഹുവ അൽ ആലം. ദൃശ്യവും അദൃശ്യവുമായ ഈ അത്ഭുതങ്ങളുടെയും വസ്തുക്കളുടെയും ആകെ തുകയാണ് ലോകം. ഇദാ ബഹസ്ന ഫിൽ അഷ്യാ ഇല്ലത്തി ഫിൽ ആലമി വജദ്നാഹ ഹാദിസത്തൻ, ലോകത്തുള്ള വസ്തുക്കളെക്കുറിച്ച് നാം ഗവേഷണം നടത്തിയാൽ അവ പുതുതായി ഉണ്ടായതാണെന്ന് നാം കണ്ടെത്തുന്നതാണ്. ബഅ്ദുൽ അഷ്യാഇ ഹാദിസുൻ ഖബ്ല അയ്യാമിൻ ഖലീലത്തിൻ, ചില വസ്തുക്കൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി. ബഅ്ദുഹ ഖബ്ല അഷ്ഹുരിൻ ഖലീലത്തിൻ, കുറച്ച് വസ്തുക്കൾ ചില മാസങ്ങൾക്ക് മുമ്പും. ബഅ്ദുഹ ഖബ്ല സനവാത്തിൻ ഖലീലത്തിൻ, ചിലത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും. ബഅ്ദുഹ ഖബ്ല സനവാത്തിൻ കസീറത്തിൻ, ചിലത് കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായി. വഹീനഇദൻ ഫഹിംന അന്ന ജമീഅൽ അഷ്യാഇ ഫിൽ ആലമി ഹാദിസുൻ, ഈ അവസരത്തിൽ നാം മനസ്സിലാക്കി, നിശ്ചയം ലോകത്തുള്ള സർവ്വ വസ്തുക്കളും പുതുതായി ഉണ്ടായതാകുന്നു.
വ അന്നൽ ആലമ ഹാദിസുൻ ഐലൻ, നിശ്ചയം ലോകവും പുതുതായി ഉണ്ടായതാകുന്നു. വ ഇദാ തഅമ്മൽന ഫിൽ അഷ്യാഇൽ ഹാദിസത്തി വജദനാഹ മഖ്ലൂഖത്തൻ, പുതുതായി ഉണ്ടായ വസ്തുക്കളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അവകളൊക്കെയും സൃഷ്ടിയാണെന്ന് നാം കണ്ടെത്തുന്നതാണ്. വ ഫഹിംന അന്നൽ ആലമ മഖ്ലൂഖുൻ, അപ്പോൾ നിശ്ചയമായും ലോകം സൃഷ്ടിയാണെന്ന് നാം മനസ്സിലാക്കും. പാഠഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നോക്കിയാൽ നമുക്ക് ധാരാളം വസ്തുക്കളെ കാണാൻ കഴിയും, അല്ലേ? ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണാം, ചന്ദ്രനെ കാണാം, സൂര്യനെ കാണാം, അങ്ങനെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഭൂമിയിലേക്കാണ് നോക്കുന്നതെങ്കിലോ വൃക്ഷങ്ങൾ, കല്ലുകൾ, പുഷ്പങ്ങൾ, പഴങ്ങൾ, നദികൾ, സസ്യങ്ങൾ, പർവ്വതങ്ങൾ, ജീവജാലങ്ങൾ, ജീവനില്ലാത്ത വസ്തുക്കൾ, അങ്ങനെയും ധാരാളം വസ്തുക്കളെ കാണാം. ഈ വസ്തുക്കളെയൊക്കെ കുറിച്ച് നാം ഗവേഷണം നടത്തുകയാണെങ്കിൽ അതൊക്കെ പുതുതായി ഉണ്ടായതാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ചില വസ്തുക്കൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി, ചിലതാണെങ്കിലോ മാസങ്ങൾക്ക് മുമ്പും, ചിലതാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായി, ചിലത് കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ലോകം ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും പുതുതായി ഉണ്ടായതാകുന്നു. അപ്പോൾ നിശ്ചയമായും ലോകവും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കിനി എക്സസൈസ് നോക്കാം. ഉക്തുബ് അൽ ജംഅ, ബഹുവചന രൂപം എഴുതുക. കൗക്കബുൻ, കവാക്കിബുൻ, ഷജറുൻ, അഷ്ജാറുൻ, ഹജറുൻ, അഹ്ജാറുൻ, സമറുൻ, അസ്മാറുൻ, സഹറുൻ, അസ്ഹാറുൻ, നഹറുൻ, അൻഹാറുൻ, ഷെയ്ഉൻ, അഷ്യാഉൻ, ജബലുൻ, ജിബാലുൻ, സമാഉൻ, സമാവാത്തുൻ, ജമാദുൻ, ജമാദാത്തുൻ, നബാത്തുൻ, നബാതാത്തുൻ, ഹയവാനുൻ, ഹയവാനാത്തുൻ, യൗമുൻ, അയ്യാമുൻ, ഷഹറുൻ, അഷ്ഹുറുൻ, സനത്തുൻ, സനവാത്തുൻ. അടുത്തത് ഇഖ്റ, നീ വായിക്കുക. അവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, ആ വാക്കുകൾ വായിച്ചു നോക്കാനാണ്. ആദ്യത്തേത് നോക്കൂ. നളറ, നളർന. 2 വജദ, വജദന. 3 ഫഹിമ, ഫഹിംന. 4 തഅമ്മല, തഅമ്മൽന. അടുത്തത് അജിബ്, ഉത്തരം എഴുതുക. 1 മാതാ നറ ഇദാ നളർന ഇലസ്സമാ, ആകാശത്തിലേക്ക് നാം നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാം? എന്തൊക്കെയാണ് കാണുന്നത്? സൂര്യനെയും ചന്ദ്രനെയും ധാരാളം നക്ഷത്രങ്ങളെയും കാണാം, അല്ലേ? 2 മാതാ നറ ഇദാ നളർന ഇലൽ അർദ്, ഭൂമിയിലേക്ക് നാം നോക്കിയാൽ എന്തൊക്കെ നമുക്ക് കാണാം? എന്തൊക്കെയാണ്? ധാരാളം വൃക്ഷങ്ങളെയും കല്ലുകളെയും വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളെയും പഴങ്ങളെയും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെയും ഒഴുകുന്ന നദികളെയും സുന്ദരമായ സസ്യങ്ങളെയും ധാരാളം ജീവജാലങ്ങളെയും എണ്ണമറ്റ അചേതന വസ്തുക്കളെയും കാണാം. 3 മാതാ നഅരിഫു ഇദാ നളർന ഹഖീഖത്തി സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം പരിചിന്തനം നടത്തിയാൽ നമുക്ക് എന്ത് മനസ്സിലാകും? അവ രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കാത്ത ധാരാളം അത്ഭുതങ്ങളും വസ്തുക്കളും ഉണ്ടെന്ന് മനസ്സിലാകും. 4 മാ ഹുവ അൽ ആലം, എന്താണ് ലോകം? ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യവുമായ അത്ഭുതങ്ങളുടെയും വസ്തുക്കളുടെയും ആകെത്തുകയാണ് ലോകം. 5 ഹലൽ അഷ്യാ ഉല്ലത്തി ഫിൽ ആലമി ഹാദിസ, ലോകത്തുള്ള വസ്തുക്കളെല്ലാം പുതുതായി ഉണ്ടായതാണോ? നാം, അതെ. അപ്പോൾ ചോദ്യോത്തരങ്ങളും മനസ്സിലായല്ലോ. നന്നായി വായിച്ച് പഠിക്കുക. കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് മനഃപ്പാഠമാക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നിയാൽ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.